ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സായലം ലേണിംഗ് ഇറ്റ്സ് അനുരക്ന. നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ മക്കൾ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. നമ്മളെ കണക്കിലെ ചുരുക്കെഴുത്ത് എന്നുള്ള ചാപ്റ്ററിൽ ചോദിക്കാവുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻസുകളും കഴിഞ്ഞ ഓരോ വീഡിയോസിലായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ ഓരോ വീഡിയോസും കാണുക. കണക്കിലെ ചുരുക്കെഴുത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഓരോ വീഡിയോസിലും ചെയ്തത്. സോ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ ബാക്കി ചോദ്യമാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോ ബോർഡിൽ കാണുന്ന ഒരു ചോദ്യം അല്ലെ, 15 × 3/4 പ്ലസ് 5 × 3/4. ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഒരു ചെറിയ ഇക്വേഷൻ അറിയണം. എന്തായിരുന്നു ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു എടാ, എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ ഈ ഇക്വേഷനെ? ഓർക്കുന്നുണ്ടോ? അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടെ വരുന്ന ഇക്വേഷൻ. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ട്രാക്ഷന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായിരുന്നു വന്നത്? എക്സ് സെഡ് മൈനസ് വൈ സെഡ് ആയിരുന്നു. സോ ഇക്വേഷൻ അറിയെങ്കിൽ ഈ ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ബോർഡിൽ കാണുന്ന ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 15 × 3/4 എന്ന് വെച്ചാൽ അത് എക്സ് സെഡ് ആണ് പ്ലസ് വൈ സെഡ്. ഈ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. സോ ഇതിനെ എനിക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതി കൂടെ? സെഡ് അവിടെ കോമൺ നമ്പർ ആണ് അല്ലേടാ. സെഡ് ഇവിടെ കോമൺ നമ്പർ ആണ്. എനിക്ക് അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം. ഇവിടെ കോമൺ നമ്പർ ആരാണ്? 3/4 ആണ്. സോ അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുത്ത് എഴുതാണ്. അപ്പൊ എങ്ങനെ വരും? 15 + 5 ഇൻറ്റു 3/4 എന്ന് വന്നു. 15 × 5 20, 20 × 3/4. 20-ലെ 4 എത്ര തവണ പോകും നോക്കാം. ഇങ്ങനെ വെട്ടിക്കളയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതായിരിക്കും. സോ 20-ലെ 4 5 തവണ പോകും. 5 × 3 15 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബോർഡിൽ കാണുന്ന ചോദ്യോടെ ഞാൻ ചെയ്തു തരാം. നമ്മളെ ചോദ്യം എന്താണ്? 3/1/2 × 4. അപ്പൊ വിചാരിക്കും ഇതിനകത്ത് പ്ലസ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ചോദ്യത്തിലെ പ്ലസും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കണ്ടുപിടിക്കുന്നത്? ഗൈസ്, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3 + 1/2 × 4 എന്ന് എഴുതാം. 3 + 1/2 × 4 എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് ആയി മാറിയില്ലേ. അപ്പൊ എന്താവും? എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ എനിക്ക് എന്താക്കാം? എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ 3 × 4 പ്ലസ് 1/2 × 4 ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. സിമ്പിൾ ആണ്. ഓക്കെ, 3 × 4 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് എടാ നോക്കടാ 4-ൽ 2 തവണ പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 12-നോട് 2 ആഡ് ചെയ്ത് കൊടുത്താൽ 14 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ബോർഡിൽ കാണുന്ന ചോദ്യത്തിന് ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ചാറ്റ് ബോക്സിലാണ് പറയേണ്ടത്. സോ എന്റെ മക്കള് മറക്കാതെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എന്തുണ്ട്? യെസ്, നമ്മളെ ക്ലാസ് 7 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ആയിട്ട് ഒരു മെഗാ മാരത്തോൺ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ മറക്കാതെ തന്നെ മാരത്തോണിൽ ജോയിൻ ചെയ്യുക. എന്റെ മക്കൾക്ക് എല്ലാം നമ്മളെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ മാത്സ് എക്സാമിന് പോകേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ലൈവിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബൈ ബൈ.